നമസ്കാരം. വി ഡി സതീശനെ പോലൊരു ദുരന്തോസ്കി പ്രതിപക്ഷ നേതാവ് വേറൊരു സംസ്ഥാനത്ത് കാണാൻ ഒരു സാധ്യതയുമില്ല. ഇതുപോലൊരു ഗതികെട്ട പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്തും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. ഉറപ്പാണ്. ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനാണ്, ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസിയും പോകുന്നില്ല, എക്സൈസും പോകുന്നില്ല, പോലീസും പോകുന്നില്ല. പറഞ്ഞല്ലോ, മിനിറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. കുട്ടികൾ SSLC പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ പാർട്ടി നടത്തുകയാണ്, ഡ്രഗ് പാർട്ടി നടത്തുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ തന്നെ മയക്കുമരുന്ന് മാഫിയകൾ, ലോബികൾ പിടിമുറുക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മുടെ പോലീസും എക്സൈസ് സംവിധാനവും സർക്കാരും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരേ മനസ്സോടെ അതിനെതിരെ പോരാടാൻ ചേർന്ന് നിൽക്കേണ്ടവരാണ് പ്രതിപക്ഷവും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ തീർത്തും നമുക്കൊക്കെ എന്താ പറയാ, അത് കാണാൻ നേരത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊന്നും ആകരുതട്ടോ എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ്. എന്നിട്ട് കുറെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറെ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് ഇത്ര കേസിന്റെ നമ്പർ കൂട്ടി കാണിക്കുക. നിങ്ങൾക്കറിയാലോ, 15 മിനിറ്റിനകം ആർക്ക് വേണമെങ്കിലും സാധനം കിട്ടും. നോക്കൂ, നമ്മളിപ്പോ എല്ലാ ദിവസവും പത്രങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ കാണാറുണ്ട്, ഇത്ര കിലോ കഞ്ചാവ് പിടികൂടി, ഹെറോയിൻ പിടികൂടി, അല്ലെങ്കിൽ MDMA ഇത്ര ആളുകളുടെ കയ്യിൽ നിന്ന് പിടികൂടി, അറസ്റ്റ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന കണ്ണിയെ തേടി എക്സൈസ്, അതുപോലെ തന്നെ പോലീസ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക്. ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ അതിൽ നിന്നൊക്കെ എന്താണ് സത്യത്തിൽ വ്യക്തമാകുന്നത്? ഇത്തരം മാഫിയകളെ പൂട്ടാൻ വേണ്ടി പോലീസും എക്സൈസ് വകുപ്പും ഒക്കെ അതിഗംഭീരമായ അന്വേഷണം നടത്തുന്നു, ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് തന്നെയല്ലേ? അറസ്റ്റുകൾ കൂടുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അറസ്റ്റുകൾ കൂടുതൽ നടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ആ വിഷയത്തിൽ അല്ലെങ്കിൽ ഇവിടെ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറെ ഗൗരവത്തോടെ, അല്ലെങ്കിൽ എക്സൈസ് ഏറെ ഗൗരവത്തോടെ, സർക്കാർ ഏറെ ഗൗരവത്തോടെ അതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പറയുന്നു, നോക്കൂ, ഇവിടെ ഓരോ ദിവസവും ഇതുപോലെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല, എൻഫോഴ്സ് സംവിധാനമൊക്കെ പരാജയമാണ് എന്നൊക്കെ ഇരുന്ന് പറയുകയാണ്. ഇന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പോലീസും എക്സൈസും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? കാരണം ഈ സമയത്ത് നമ്മൾ അവർക്കൊപ്പം കൂടെ നിൽക്കുകയാണ് വേണ്ടത്. സർക്കാരിന്റെയൊക്കെ വിമുക്തിയൊക്കെ വെറുതെയാണ് എന്ന് പറയുകയാണ്. ഈ ബോധവൽക്കരണ പരിപാടികൾ കൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശനൊക്കെ. ഇവിടെ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സംഭവമില്ല, പിന്നെ ബോധവൽക്കരണം നടത്തിയെന്നാ പറയുന്നത്. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ബോധവൽക്കരണമൊക്കെ വേണം, ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം. പക്ഷെ ഒരു ഇമ്പാക്റ്റും ഒരു ഇതുമില്ല, ഒരു റിസൾട്ടും ഈ പറയുന്ന കാര്യത്തിലില്ല. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ബോഡി ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ വേറെ കാണാനൊരു സാധ്യതയില്ല കേട്ടോ. ഒരു കയ്യബദ്ധം കൂടി നമ്മുടെ വി ഡി സതീശൻ സംഭവിച്ചു കേട്ടോ. ഞങ്ങള് ആദ്യം ഈ വിഷയം 2022 ഉന്നയിച്ചിരുന്നു നിയമസഭയിൽ, ഈ ലഹരി വിഷയമായിട്ട് ബന്ധപ്പെട്ടെ. അന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് കേസുകളൊക്കെ പിടികൂടുന്നുണ്ട്. എന്താ അതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്? അതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നുമല്ല. എന്താണ്? അതായത് നല്ല രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും സർക്കാരും എക്സൈസും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ മരുന്നാണ്, അവരെല്ലാവരും ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു സന്തോഷമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കിട്ടുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുട്ടികൾ SSLC പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ പാർട്ടി നടത്തുകയാണ്, ഡ്രഗ് പാർട്ടി നടത്തുകയാണ്. നമ്മൾ ബോധവൽക്കരിക്കുകയാണ് ഓരോരുത്തരെയും. അവരതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അപ്പൊ എല്ലാവരും അങ്ങനെയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായും അത് ഏത് രീതിയിലാകും ഈ പറയുന്നത് പോലെ കുട്ടികളെ സ്വാധീനിക്കുക, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കനകോലുവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്താനുള്ള കളികളാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകണ്ടേ? അതിനുവേണ്ടിയാണ് ഇങ്ങനെ വിടുവായിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. SFIയും DYFI ഒക്കെ ഈ പറയുന്ന വിഷയത്തിലൊക്കെ ഭയങ്കരമായിട്ട് അവരറിയാലോ, അവര് മറ്റവർക്കൊപ്പമാണ്, അതായത് കഞ്ചാവിന്റെ ഒപ്പമാണ് എന്നൊക്കെ പറയുകയാണ്. സത്യത്തില് DYFIയും SFIയും മാത്രമല്ല ഇവിടെ ഒരു ബോധവൽക്കരണം നടത്തുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ കണ്ടില്ലേ? ആരെങ്കിലും ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ കാണുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന
ഇന്നലെ തന്നെ പറഞ്ഞു കേട്ട് രണ്ടു പോസ്റ്റർ കാണാനിടയായി. അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ പറയാനുള്ള നട്ടലെങ്കിലും കാണിക്കും. മാത്രമല്ല ഇവിടെ ഗുണ്ടകളുടെ അതുപോലെ തന്നെ ഇത്തരത്തിലെ ക്രിമിനലുകളുടെ ഒക്കെ ഒരു വലിയ ഒരു വേദിയായി മാറി നമ്മുടെ സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ആ നിഖിൽ പൈലീനെയും അതുപോലെ തന്നെ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ മിക്ക പ്രതികളുടെയൊക്കെ തോർത്ത് കൈയിട്ടുകൊണ്ട് ഇവിടെ ചില മാങ്കൂട്ടവും വ്യാജന്മാരും നടക്കുന്നുണ്ടല്ലോ. ഉളുപ്പ് തോന്നുന്നില്ല ഇങ്ങനെ പറയാനെന്ന് തോന്നി പോവാണ്. ഒരു പെൺകുട്ടിയെ കൊന്ന് സ്ലാബിട്ട് അതിന് മേളിൽ ഒരു പട്ടിക്കൂടും വെച്ച് എല്ലാവരും പറ്റിച്ചിട്ട് ആ പെൺകുച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നടന്ന ആ ഒരു നേതാവ് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്നുള്ള കാര്യത്തില് ഒരു എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ കാര്യമൊക്കെ ഇടയ്ക്ക് ഓർക്കുന്ന നല്ലതാണ് ഇങ്ങനെ വിടുവായുത്തരം പറയുമ്പോൾ. ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട് ഇത്തരം കഞ്ചാവ് വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഇനി അത് പറഞ്ഞതിന്റെ പേര് വീണ്ടും ആ പണിക്കാരും പോകണ്ട. അതുകൊണ്ടാണ് ആ പലരുടെയും പേര് പറയാത്തത്. നന്നാവാനായിട്ടുള്ള അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യമാണ് പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ എല്ലാവരും ചേർന്ന് നിൽക്കുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തായാലും VD സതീശന്റെ ഈ വിടുവായിത്തരം ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പക്ഷെ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു, പരാജയപ്പെട്ടു. അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറയുന്നത്. എൻഫോഴ്സ്മെന്റ് പരാജയപ്പെട്ടു എന്ന് പറയാം. എൻഫോഴ്സ്മെന്റ് ആരാണ്? ഇത് നടപ്പാക്കണ്ടേ? ഇത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ? കേരളത്തിലെ ഈ ഒരു വിഷയത്തിലും ഈ വിഷയത്തിലല്ല, കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു പക്വതയോടെ ഇടപെടാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവെ, നിങ്ങൾ പൂർണ്ണ പരാജയമാണ്. ദയവ് ചെയ്ത് ഇത്തരം സന്ദർഭങ്ങളിൽ അവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾ ആ കോലും പിടിച്ച് ഇങ്ങനെ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ ആ വായിലേക്ക് വെച്ച് കൊടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കറിയാം, ഇവിടെ കഞ്ചാവ് പിടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ പിടിച്ചാലും ഒക്കെ അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നതിന് നിയമപരമായ ചില കുരുക്കുകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ചില നിയമങ്ങളാണ് അത് ഇവിടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ആ നിയമത്തിലൊക്കെ പല രീതിയിലുള്ള ഭേദഗതി വരുത്തണമെന്ന് പല വട്ടം സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇപ്പൊ 18 MP-മാരുണ്ടല്ലോ UDF-ന്റെ, അവരൊക്കെ അവിടെ പോയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വാ തുറക്കുന്നേ. ഇത്തരം വിഷയങ്ങൾക്കെതിരെ സംസാരിക്കാൻ, ഇത്തരം നിയമങ്ങൾ ശക്തിപ്പെടുത്താൻ അവിടെ ഒന്ന് ശബ്ദം ഉയർത്ത സതീശ. അത് നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നതിനേക്കാൾ മുമ്പ് അവിടെ 4 പേര് കൂടുമ്പോൾ, നിങ്ങൾ 4 നേതാക്കൾ കൂടുമ്പോൾ, MP-മാർ കൂടുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്ന്. നിങ്ങളെ കൊണ്ട് സത്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണമില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ. എന്തൊക്കെ ഒരു അബദ്ധം കൊണ്ട് അവിടെ കുറച്ച് 18 പേര് ജയിച്ച് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. അവരെന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നതെന്ന് പോലും അവർക്ക് തന്നെ അറിയില്ല. ഞങ്ങളുടെ പൈസയല്ലേ ഈ മേടിക്കുന്നത് നിങ്ങളൊക്കെ. ഇപ്പൊ VD സതീശനാണെങ്കിൽ തന്നെ നമ്മുടെ ഖജനാവിൽ നിന്ന് പൈസ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ. ഞങ്ങളുടെ നികുതിപ്പണമാണ് അത്. അതുകൊണ്ട് ഈ നികുതിപ്പണം മേടിച്ച് ഇമാതിരി വിടുവായുത്തരം പറയരുത് ദൈവത്തോർത്ത്. ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി പക്വതയോടെ ഒന്ന് പെരുമാറാൻ ഒന്ന് ശ്രമിക്കുക. ഇങ്ങനെ പൈസ മേടിച്ച് ഇങ്ങനെ ദൂർത്തടിച്ച് നടന്ന ദൈവത്തോർത്ത് ഈ സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ദുരന്തമായി മാറരുത് എന്നത് അപേക്ഷയാണ്. ആ പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടൊക്കെ ഒന്ന് പറയണം. ഇടയ്ക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ അവിടെ ഒരു അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തണം എന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പറയുന്നത് നല്ലതാണ്. ആ KSU-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പിള്ളേരുടെ അടുത്ത് ഒരു ബോധവൽക്കരണമൊക്കെ ഇടയ്ക്ക് ചില ഇടങ്ങളിലൊക്കെ നടത്തിയ കൊള്ളാം, അങ്ങനെ നടത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് 24 മണിക്കൂറും അധികാരം പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പും ചൊറിച്ചിലും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. VD സതീശ, ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇവിടുത്തെ പിള്ളേര് വേറെ ലെവലാണ്, മാസ് പിള്ളേരാണ്. ഇമാതിരി പഴയ നമ്പർ പഴയ കാലഘട്ടത്തിൽ പയറ്റിക്കൊണ്ടിരുന്ന ആ ഗീബൽസ്യ തന്ത്രമൊക്കെ ഇപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉരച്ച് പിള്ളേരെ പറ്റിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല.